ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ മാജിക് ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടുള്ള ഒരു മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് വെക്കാം. 1 മണിക്കൂർ നമ്മളിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. നമ്മളൊരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അരിക്കൊരു ഗോൾഡൻ കളർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് മല്ലിയില, പുതിനയില, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഒരു 4 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ മന്തി മസാല, മാഗി ക്യൂബ്, പിന്നെ കുരുമുളകിൻ്റെ മണി, മല്ലിയുടെ പച്ചമല്ലി, പട്ട, ഗ്രാമ്പൂ, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, ഒരു ഉണക്ക നാരങ്ങ. ഇനി നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഞാനിതൊക്കെ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ആള് ചിക്കൻ, പിന്നെ അറേബ്യൻ്റെ മന്തി മസാല ഉണ്ട്, എന്നാലും ഒരു ഇത്തിരിയും കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നെയ്ച്ചോറിനൊക്കെ ചെയ്യുന്ന പോലെ, ബിരിയാണിക്കൊക്കെ ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ഗോൾഡൻ കളറാക്കിയിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഉള്ളി ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അരി ഇടാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ് എന്നിവ ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ വെള്ളത്തിലേക്ക് ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീര് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഞാനൊന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചിക്കനിലേക്കുള്ള ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു ഇത്തിരിയും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പട്ട, അതുപോലെ തന്നെ മാഗി ക്യൂബ്, മല്ലി, ഉണക്ക നാരങ്ങ, പിന്നെ നമ്മുടെ മന്തി മസാല, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഇതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മല്ലിയിലയുടെ ആ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ വെള്ളം എന്തായെന്ന് നോക്കാം. നമുക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇടാം.
ഇതൊരു ഏകദേശം വേവാകുമ്പോൾ നമുക്കൊന്ന് ഊറ്റി മാറ്റണം. പകുതി ഒരു 80% വേവിൽ നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് മന്തിയുടെ മുകളിൽ ടോപ്പിങ്സിൽ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മല്ലിയുടെ കൂട്ടും ഉപ്പ്, പിന്നെ കുറച്ച് മന്തി മസാല മാത്രമേ നമ്മളതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. എക്സ്ട്രാ ആയിട്ട് വേറെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മന്തിയിലേക്കുള്ള ചിക്കൻ എന്തായി എന്ന് നോക്കാം. അത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്കിതൊന്ന്, അതുപോലെ തന്നെ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരി, അതുപോലെ തന്നെ നമ്മുടെ മന്തിയിലോട്ടുള്ള ചിക്കനും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നിരത്തി വെക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഇങ്ങനെ നിരത്തി വെക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് പച്ചമുളക് ഇതുപോലെ കുത്തി ഇങ്ങനെ വെക്കാം. ഈ പച്ചമുളകിന് നമ്മൾ ഹോൾ ഇടണം കേട്ടോ. പപ്പടക്കോല് കൊണ്ടോ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടൊന്ന് വരയും, അല്ലെങ്കിൽ പപ്പടക്കോല് യൂസ് ചെയ്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുക. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുഴിമന്തിയുടെ പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത്തിരി കനലെടുത്തിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലെടുത്ത് ഇടുക. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരിത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുക വരും. ഇത് നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ ചോറിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ദമ്മിൽ ഇടാം. ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് നമ്മുടെ സ്മോക്ക് ഉണ്ടാക്കിയത് വെക്കേണ്ടത്. പാത്രത്തോടെ വെക്കണം. അപ്പം ഞങ്ങളിവിടെ ഇതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഞാനിത് ഉണ്ടാക്കിയത് ഇതിൻ്റെ പാക്കറ്റിൻ്റെ ബാക്കിലുണ്ട് ഇതിൻ്റെ റെസിപ്പി. അത് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.